മന്ത്രിയവിടെ പൂരം സംഘാടനത്തിന്റെ ചുമതലയേറ്റ് പൂരം കഴിഞ്ഞ് ഇനി തലസ്ഥാനത്തേക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഈ രാത്രി പൂരത്തലേന്ന് അദ്ദേഹത്തിന് വിലപ്പെട്ട നിമിഷങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അല്പസമയം നമ്മളോടൊപ്പം ചെലവിടാമെന്ന് സമ്മതിച്ച് എത്തിയ VN വാസവനെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിനിസ്റ്റർ, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, വളരെ വലിയ ഒരു നമസ്കാരം, വളരെ വലിയ വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ പൂരം അതിൻ്റെ സംഘാടകർ നടത്തിയിട്ടുള്ളത്. കേന്ദ്ര നിയമം, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിലോടുകൂടി ആ വെടിക്കെട്ട് സംബന്ധിച്ച നിയമ തടസ്സം നമ്മൾ വിദഗ്ധമായി വളരെ മനോഹരമായി മറികടക്കുന്നു. ഇപ്പോഴിതാ പൂരം പൂർവാധികം ഗാംഭീര്യത്തോടുകൂടി വെടിക്കെട്ടൊക്കെ സ്വരാജ് റൗണ്ടിന് ചുറ്റും നിന്ന് വളരെ കാലത്തിന് ശേഷം പൂരപ്രേമികൾ കാണാൻ പോകുന്ന നിലയിൽ അത് സംഘടിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിവാദത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നു. രണ്ട് ദേവസ്വങ്ങളും സർക്കാരും വകുപ്പും ഒക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട്, കോർപ്പറേഷനും പൗരാവലിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പൂരം നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നാളത്തെ പൂരം ഔപചാരികമായി സമാരംഭിക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു എങ്കിലും നാളെയാണ് പൂരം ദിവസം. അങ്ങനെ ആരംഭിക്കുന്നതിന് മുമ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക്, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആൾ എന്ന നിലയ്ക്ക് ഇപ്പോഴെന്ത് പറയാനുണ്ട്? NBC സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ പൂരത്തിന് ഈ പ്രാവശ്യം പല രൂപത്തിലുള്ള വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് ഭംഗിയായി വിജയകരമായി പൂരം നടത്തുന്നതിന് വേണ്ടിയുള്ള കാലേകൂട്ടിയുള്ള നീക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ആദ്യത്തെ യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം തൃശ്ശൂരിൽ വന്ന് ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് മന്ത്രിമാർ ശ്രീ കെ രാജനും ശ്രീമതി ആർ ബിന്ദുവും ഒപ്പം ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയും എല്ലാം പങ്കെടുത്തുകൊണ്ട് കോർപ്പറേഷൻ മേയർ, ജില്ലാ ഭരണകൂടം ഇവരെല്ലാം കൂട്ടിച്ചേർത്ത് പല മീറ്റിങ്ങുകൾ ഞങ്ങൾ കൂടിയിരുന്നു. ആ കൂടിയ മീറ്റിങ്ങുകളെല്ലാം എങ്ങനെ ഭംഗിയായി ചിട്ടയായി വിജയകരമായി പൂർവാധികം ശക്തിയോടെ തൃശ്ശൂർ പൂരം നടത്താം എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നത്. ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ ഒരു ടീം വർക്കായി രൂപാന്തരപ്പെട്ട് ആ മീറ്റിങ്ങുകളിലെല്ലാം എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പായി എന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീണ്ടും പരിശോധിക്കുമ്പോൾ അത് പൂർണ്ണ അർത്ഥത്തിലും ലക്ഷ്യത്തിലും വ്യാപ്തിയിലും എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഞങ്ങളുടെ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പൂരം തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായത്. പൂരം തുടങ്ങുന്നത് ഏപ്രിൽ മാസം 30-ാം തീയതി എല്ലാവർക്കും അറിയാവുന്ന ലാലൂർ ക്ഷേത്രത്തിൽ കൊടി ഉയർന്നുകൊണ്ടാണ്. ആദ്യത്തെ കൊടിയേറ്റ് മനോഹരമായി ഭംഗിയായി നടന്നിരുന്നു, വളരെ ആർഭാടപൂർവ്വം നടന്നിരുന്നു. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നത് സാമ്പിൾ വെടിക്കെട്ടാണ്. ആ സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ നടന്നപ്പോൾ ഒരുപക്ഷെ നമ്മൾ വലിയ വെടിക്കെട്ടിനോട് ഒപ്പം ചെത്തുന്ന രൂപത്തിലാണ് സാമ്പിൾ വെടിക്കെട്ട് ഭംഗിയായി വിജയകരമായി ഇന്നലെ പൂരപ്രേമികളെല്ലാം ആസ്വദിച്ചുകൊണ്ട് ആ വെടിക്കെട്ട് കഴിഞ്ഞു. ഇന്ന് യഥാർത്ഥത്തിൽ പൂരത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം അവിടെ തിടമ്പേറ്റി വരുന്ന ആന തള്ളി തുറന്ന് ആദ്യം പൂര വിളംബരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുക. ഏതാണ്ട് 1:30 മണിയോടുകൂടി തിടമ്പേറ്റി വന്ന ആന ആ തെക്കേ ഗോപുരം തുറന്ന് ശ്രീമൂലം എത്തി. അതോടൊപ്പം തന്നെ അവിടെ നിലപാട് തറയിൽ ശംഖുവിളി ഉയർന്നപ്പോൾ പൂരത്തിൻ്റെ വിളംബരമായി. ആ പൂരത്തിൻ്റെ വിളംബരമായി കഴിഞ്ഞതോടുകൂടി നാനാ പ്രദേശത്തുനിന്ന് ആളുകൾ ഇരമ്പിയാർത്താണ് ഇപ്പോൾ പൂരം പറപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.